രാമായണ മാസത്തിലെ എല്ലാ ദിവസവും 2 രാമായണ ഗ്രന്ഥങ്ങൾ വീതം വായിച്ചു തീർത്താലും കൊല്ലം ചന്ദനത്തോപ്പ് ഗീതത്തിൽ മുരളി മോഹൻ്റെ വീട്ടിലെ രാമായണ ശേഖരം പിന്നെയും ബാക്കിയാകും. ഒന്നും രണ്ടുമല്ല, രാമൻ്റെയും സീതയുടെയും കഥ പറയുന്ന 71 അപൂർവ ഗ്രന്ഥങ്ങളാണ് ഈ വീട്ടിലെ അമൂല്യ ശേഖരം. 101 വർഷം പഴക്കമുള്ള പുസ്തകം മുതൽ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പ് രാമായണം വരെ ഇതിലുണ്ട്. കൗതുകങ്ങളുടെ വലിയൊരു ലോകമാണ് ഇവിടെ. മുരളി മോഹൻ്റെ വീട്ടിലെത്തിയാൽ കാണുന്നത് പുസ്തകങ്ങളുടെ വലിയൊരു ലോകമാണ്. രാമായണ മാസത്തിലെ ഓരോ ദിവസവും 2 രാമായണ ഗ്രന്ഥങ്ങൾ വീതം വായിച്ചു തീർത്താലും ഈ ശേഖരം പൂർണ്ണമാകില്ല. കാരണം രാമന്റെയും സീതയുടെയും കഥ പറയുന്ന 71 ഗ്രന്ഥങ്ങളാണ് മുരളി മോഹൻ്റെ ശേഖരത്തിലുള്ളത്. 101 വർഷം മുൻപ് അച്ചടിച്ച പുസ്തകം മുതൽ രാമായണത്തിലെ 10 ഉജ്ജ്വല മുഹൂർത്തങ്ങൾ ഉൾപ്പെടുത്തി തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പ് രാമായണം വരെ ശേഖരത്തിലുണ്ട്. അധ്യാത്മരാമായണം മുരളി മോഹന് പൂർണ്ണമായും മനപ്പാഠം. പിതാവ് കേശവനാചാര്യാണ് രാമായണം ചൊല്ലിപ്പഠിപ്പിച്ചത്. അച്ഛൻ നന്നായി രാമായണം വായിക്കും. അദ്ദേഹം സംസ്കൃത അധ്യാപകനായിരുന്നു, സംസ്കൃത MA കാരനായിരുന്നു. അദ്ദേഹം നന്നായിട്ട് രാമായണം വായിക്കുകയാണ്. അദ്ദേഹം രാമായണം വായിക്കുന്ന കേട്ടുകൊണ്ടാണ് എനിക്ക് രാമായണത്തോട് ഇഷ്ടം തോന്നിയത്. അപ്പോൾ എൻ്റെ ഇഷ്ടം കണ്ടുകൊണ്ട് അദ്ദേഹം എന്നെ രാമായണം പഠിപ്പിച്ചു കുട്ടിക്കാലം മുതൽ. അങ്ങനെ ഈ 2ാം ക്ലാസ്സിൽ വെക്കേഷൻ മുതൽ ഡിഗ്രി വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ മുഴുവൻ വെക്കേഷൻ കാലം കൊണ്ട് രാമായണം മൊത്തം പഠിച്ചു തീർത്തു. അങ്ങനെ മുഴുവൻ രാമായണം എനിക്ക് കാണാപ്പാഠമായത് അങ്ങനെയാണ്. 18ാം നൂറ്റാണ്ടിൽ അച്ചടിച്ച സുബ്രഹ്മണ്യ അക്ഷരമാലയും ശേഖരത്തിലെ അപൂർവ കാഴ്ചയാണ്. 1 ഇഞ്ച് നീളവും 3/4 ഇഞ്ച് വീതിയുമുള്ള ലോകത്തിലെ ചെറിയ പുസ്തകമെന്നറിയപ്പെടുന്ന പുസ്തകവും മുരളി മോഹൻ്റെ ശേഖരത്തിലുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന മുരളി മോഹൻ വിരമിച്ച ശേഷം വാസ്തുവിദ്യയിൽ PhD നേടി. പുസ്തകങ്ങളാണ് യഥാർത്ഥ ആരോഗ്യവും സമ്പത്തും എന്നാണ് മുരളി മോഹൻ്റെ വിശ്വാസം. പുസ്തകങ്ങൾ വായിക്കാൻ സമയമില്ലെന്ന് പറയുന്നവർക്കും മുരളി മോഹൻ്റെ പക്കൽ മറുപടിയുണ്ട്. ഒരു 75 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു 65 വർഷം വായിച്ചു എന്നിരിക്കട്ടെ. ഈ ഒരു 7 വയസ്സ് മുതൽ വായിക്കാൻ തുടങ്ങി. അപ്പോൾ അയാളുടെ ജീവിതത്തിലാകെ 22,000 ദിവസങ്ങളാണ് വായിക്കാൻ കിട്ടുന്നത്. ഒരു ദിവസം 2 പുസ്തകം വെച്ച് വായിച്ചാൽ തന്നെ 44,000 പുസ്തകം വരെയൊക്കെ വായിക്കാൻ പറ്റും. പുസ്തകം കടമായി ചോദിച്ചാൽ പുസ്തകം സമ്മാനമായി നൽകാനാണ് മുരളി മോഹന് ഏറെ ഇഷ്ടം. അതിലൂടെ അറിവ് പങ്കുവെക്കുമ്പോഴാണ് അത് കൂടുതൽ വിലപ്പെട്ടതാകുന്നതെന്ന സന്ദേശം കൂടിയാണ് ഈ പുസ്തകപ്രേമി പകർന്നു നൽകുന്നത്. അമൃത ന്യൂസ്, കൊല്ലം.